ദിസ് ഈസ് ഹൗ സോണി പ്ലേ സ്റ്റേഷൻ വാസ് ഇൻവെന്റഡ്. സോണിയിലെ റിസർച്ച് ലാബ്സിൽ വർക്ക് ചെയ്തിരുന്ന കെൻ കുട്ടറാഗി എന്ന ഒരാൾ അദ്ദേഹത്തിന്റെ മകൾക്ക് നിന്റെൻഡോ ഫാമികോം എന്ന ഒരു ഗെയിമിംഗ് ഡിവൈസ് വാങ്ങിച്ചു കൊടുക്കുകയുണ്ടായി. തന്റെ മകൾ കളിക്കുന്ന നിന്റെൻഡോ ഫാമികോമിലെ ഗെയിമിംഗ് കെന്നിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ വരും കാലങ്ങളിൽ വൻ തോതിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഗെയിമിംഗിലേക്ക് സോണി ചുവടുവെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഗെയിമിംഗിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നും അദ്ദേഹം വിശ്വസിക്കുകയാണ്. ഉടനടിക്കൻ നേരെ സോണി ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിട്ട് ഒരു ഗെയിമിംഗ് കൺസോൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രപ്പോസൽ വെക്കുകയും എന്നാൽ സോണിയിലെ അധികാരികൾ അദ്ദേഹത്തെ പുച്ഛിച്ചു വിടുകയുമാണ് ചെയ്തത്. ബട്ട് കെൻ ഡിഡിങ് ഗേവ് അപ്പ്. സോണിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നോറിയോ ഓഗയെ കൂട്ടുപിടിച്ച് നിന്റെൻഡോയും സോണിയും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഡീൽ കെൻ സെറ്റപ്പ് ചെയ്തു. സൂപ്പർ നിന്റെൻഡോ എന്റർടൈൻമെന്റ് എന്നൊരു ഗെയിമിംഗ് പ്ലസ് എന്റർടൈൻമെന്റ് കൺസോൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നു. അതിന്റെ CD-ROM സപ്പോർട്ട് സോണി ഡെവലപ്പ് ചെയ്യും. കൂടാതെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഡീലിന് പുറമെ സോണി അവരുടെ വക സോണി പ്ലേ സ്റ്റേഷൻ എന്ന ഒരു ഹൈബ്രിഡ് ഗെയിമിംഗ് കൺസോൾ സെപ്പറേറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യും. ഇതായിരുന്നു ഇവർ തമ്മിലുള്ള ഡീൽ. എന്നാൽ ചിക്കാഗോയിൽ വെച്ച് നടന്ന ഒരു ഡീൽ അനൗൺസ്മെന്റിൽ ഞങ്ങൾ സോണിയുടെ കൂടെയല്ല ഫിലിപ്സിന്റെ കൂടെയാണ് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്ന് നിന്റെൻഡോ അനൗൺസ് ചെയ്തുകൊണ്ട് സോണിയെ നൈസായിട്ട് സൈഡാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇതിന് റിവെഞ്ച് ആയിക്കൊണ്ട് കെന്നിന്റെ നേതൃത്വത്തിൽ ഇൻഡിപെൻഡന്റ് ആയി സോണി പ്ലേ സ്റ്റേഷൻ ലോഞ്ച് ചെയ്തു. സാധനം ഇറക്കി വിത്തിൻ 1 ഡേ 1 ലക്ഷത്തോളം പ്ലേ സ്റ്റേഷൻ യൂണിറ്റ്സ് ആണ് സോൾഡ് ഔട്ട് ആയത്. 6 മാസത്തിനുള്ളിൽ 1 മില്യൺ യൂണിറ്റ്സ് സോൾഡ് ചെയ്തു. ഗെയിമിംഗ് കൺസോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിട്ടുള്ളത് PlayStation 2 അഥവാ PS2 ആണ്. അവിടുന്ന് പിന്നെ PS3 വന്നു, 4 വന്നു, PS5 വന്നു, PS5 Pro വന്നു, ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി.